ഇതിന്റെ മാതിരിയുള്ള നല്ല കോടീശ്വരന്മാർക്ക് നല്ല പൈസ വാങ്ങിക്കോളും. ഇതിപ്പോ ആ പറിച്ച പുല്ലുമ്പിലുള്ള വളമാണ് പാമ്പിന്റെ. ഓക്കെ അല്ലേ? ഇത് എങ്ങനെ വരുന്നത് അറിയോ? കിണറിന്റെ ഉള്ളിലുള്ള ഓട്ടകളൊക്കെ അടയ്ക്കണം. കാപ്പണി മുക്കാ തുറക്കുന്ന. അതായത് കുട്ടികളെ പറയാനുള്ള കാര്യം എന്താ വെച്ചാല് 5 കൊല്ലായിട്ട് പാമ്പുകൾ മാത്രം വസിക്കണ മലപ്പുറത്തെ ഒരേ ഒരു കിണറ്, അത് മുതലാളി മൂപ്പരാണ് കിണറൊക്കെയ. ഇനി തെളിവ് കാണിത്തരാ. 2 മൂർഖന്റെ കുട്ടികൾ മിഞ്ഞാന്ന് വൈകുന്നേരത്തിൽ കൂടെ കയറിപ്പോയിന്. പിന്നെ വലിയൊരു പടം ഇതിൽ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ? പാമ്പിന്റെ പടമാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാല് ഇതിന്റെ പൈസ പറയാണ്. അയ്യാ 4 ആൾക്ക് വന്ന് 6000 രൂപ ഇരിക്കും. സാപ്പാട് ഇപ്പതാ മുടിഞ്ഞ്. അപ്പൊ സാപ്പാട് വേണ്ട. പിന്നെ പണിന്റെ ഇടയിൽ കൂടെ നൈസായിട്ട് കട്ടൻ ചായ അവര് മിൽക്കോ നിങ്ങളിഷ്ടം തരാൻ തയ്യാറാണോ? കായ് എത്ര ചെലവായി പോയി കാരണല്ലേ. 6000 രൂപ ഉറപ്പിക്കല്ലേ? 1 2 3 സെറ്റ് ഇട്ടോ. ഇനി ആർക്കൊരു കുഴപ്പമില്ലല്ലോ. പിന്നെ നിങ്ങൾ കായ് തരുമ്പോ ശപിച്ചുകൂടി തരാൻ പാടില്ല. നെറ്റ് ഉരിക്കണി. എല്ലാരും അന്നാന്ന് കൂലിക്ക് പോണല്ലേ. മരിച്ചു പോകുമ്പോ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോണ്ടോ? ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് കിണറുള്ള വടിപ്പെടുത്തോണ്ടല്ലേ. നല്ല മൂർഖനാട്ടോ, പക്ക മൂർഖനാ. നിങ്ങൾ തരുന്ന കായ്ക്ക് നഷ്ടം വരൂല. അത് പോട്ടെ, പോയത് പോട്ടെ. കല്ലി ആട്ടോ. അയ്യോ എന്താ സാധനം എന്നറിയോ? ഏകദേശം 3 വയസ്സായ മൂർഖന്റെ സാധനമാണ്. 3 വയസ്സ്. നേരത്തെ ഈ കാണുന്ന എത്ര അറിയോ? ഇത് 4 വയസ്സുള്ള മൂർഖന്റെ. ഇതാ അതിന്റെ അടിയിൽ വേറൊന്ന് 2 വയസ്സ്. കൊറോണ ഉണ്ടതാ. ഇതാ വിടക്കുണ്ട്. മൊത്തത്തിൽ കണക്ക് പ്രകാരം ഒരു 4 പാമ്പ് ഇപ്പത്തെ അവസ്ഥയിൽ കിണറിലുണ്ട്. എന്റെ ഏരിയയിൽ ഉറുമ്പുണ്ട് കേട്ടോ. ഉറുമ്പുള്ളടത്ത് പാമ്പുണ്ടാവില്ലെന്നാ ഓല് കോമ്പില്ല. ധൈര്യമായിട്ട് പറിച്ചോ. കടി കുടുങ്ങി കഴിഞ്ഞാൽ കമ്പനി ഏൽക്കണം. അവിടെയാണ് ക്ലൈന്റും ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആ കാറൊക്കെ ഇവിടെ റെഡി അല്ലേ? ഒരു വ്യക്തിക്ക് ഞങ്ങൾ 2 കയറാണ് കൊടുക്കണേ. ഒന്ന് ഇരിക്കാനും ഒന്ന് പിടിക്കാനും. ഏതാ സാധനം എന്നൊക്കെയാണ് ടെക്നിക്ക് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ. അതായത് അന്നത്തിനുള്ള കളി, അതാണ് ഇതിന്റെ ഷോട്ട്. ചെയ്താൽ ഈ കയറ് അങ്ങോട്ടേക്ക് തരട്ടെ. ഓക്കെ എന്നിട്ട് വിട്ടോ. ഒറ്റ ജൈമത്തിന് ഇരുന്ന് ഒന്നാവില്ല. വട്ടക്കിണറല്ലേ ഇടയ്ക്കാണ് 1000 എടുത്ത് വെട്ടണേ. അത് ഒറ്റ പലകം ഇരുന്ന് കണ്ട് കൊടൈക്കനാലിലോ ഊട്ടിയിലൊക്കെ പോയ കുറെ സൂയിസൈഡ് പോയിന്റ് കാണാൻ പറ്റുള്ളൂ. ഇമ്മാതിരി പണി കാണാൻ പറ്റൂല. കുറച്ച് പണി ഉണ്ടാവും. ചെയ്താലേ വെല്ലെടുത്താൽ മതി, തിരക്കില്ല. ഇഷ്ടം പോലെ സമയമുണ്ട്. സൗദിയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇതിന്റെ അഭിപ്രായത്തില് ഒരു അല്ലേ 500 റിയാലിന് പണിയായി. സൗദി കിണറുണ്ട്, ഇഷ്ടം പോലെ കിണറുണ്ട്. ഇനി നമ്മളെ കുട്ടികൾ പറയാണ് മച്ചാനെ ഒന്ന് ഇറങ്ങിക്കൊണ്ടാ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കായൊന്നും വേണ്ട. നമ്മൾ ഈ തടി, അതായത് നമ്മളെ നാട്ടിൽ മടിയന്മാരായിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഓലേക്ക് എത്തിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ സയൻസും മറ്റേതും, അതായത് കമ്പ്യൂട്ടറുമ്പിൽ ഇരിക്കാനും വെള്ളക്കുപ്പ ഇടാനൊക്കെ ആൾക്കാരുണ്ട്. പക്ഷെ കൂലിപ്പണിയിൽ ഇനി ആൾക്കാരില്ല. പറഞ്ഞ കായ മേത്തി കളിയാക്കാൻ ആളില്ല. ഇനി ഞാൻ ഒരു കാര്യം പറയാം, കണ്ടന്റ് പറഞ്ഞ കുറെ ബടായി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വരാൻ പോണ കാലത്ത് ഇന്ത്യക്കാർ ഇവിടെ പെരുകും. പോരാത്തതിന് മലയാളികൾ ഈ കൂലിപ്പണിയിൽ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു കിണർ നന്നാക്കാൻ ഇപ്പൊ നമ്മൾ പറയാണ് ബോസ് ഒരു 10 ഉറുപ്പ്യ എന്നാളെന്ന് പറഞ്ഞാൽ പെരക്കാരെന്താ പറയാരോ 10 ഉറുപ്പ്യ തരാൻ തയ്യാറായി പോണം. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോണത്. തൊള്ളേന്ന് പോയ നാക്കിനെ നമ്മൾ വാക്കിനെ ശ്രദ്ധിക്കണം. അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. അതായത് ഇപ്പത്തെ പെൺകുട്ടികള് 8ാം ക്ലാസ് എത്തുമ്പോത്തിന് മാതാപിതാക്കൾ, അതായത് ഇംഗ്ലീഷിൽ പേരൻസ് എന്ന് പറയും, അവർ മൊബൈൽ വാങ്ങിക്കൊടുക്കുകയും അത് ഉപയോഗിച്ചിട്ട് ഇവര് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടിക്കാണ്. അപ്പൊ അവരെ സ്വപ്നങ്ങളൊത്ത പുതിയാപ്പളന്മാരാവൂല ഈ കൂലിപ്പടിക്കണ കുട്ടികള്. ഓല് ഇൻസ്റ്റാഗ്രാമില് ബീച്ചിലൂടെ ഇങ്ങനെ കളർ ഗ്രേഡ് ചെയ്ത് പാറിനൊക്കെ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനത്തെ പുതിയാപ്പളന്മാരെ കിട്ടാതാവുകയും 1 2 കൊല്ലം കൊണ്ട് അവരുടെ ബന്ധം ഏഞ്ഞ് മാറുകയും പിന്നെ പല കുളത്തിലേക്ക് പോവാണ്. അതൊന്നും ഒറിജിനൽ അല്ല. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ഉള്ളൂ. ഫിൽറ്റർ മാതിരി അതൊക്കെ വെറുതെ ആണ്. ഈ അഡ്വാൻസ് കൊണ്ടുവരുന്ന പൈസ പല വീട്ടിലും ചെക്കന്മാർ അബദ്ധമാണ്. പൂച്ചനൊക്കെ എടുക്കാൻ പോകും. 1000 രൂപ കൂലി ഇട്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പെരക്കാർ പറയും പാളി മക്കറ്റ് അവിടെ മോനെ എടുത്ത് അറിയും ചെയ്യരുതിട്ടോ. ഭയങ്കര അബദ്ധമാണ്.
അതൊന്നും തരരുത്, നുരുമ്പിപ്പോ. ഞങ്ങൾ ഈ കയറില്ലേ ഒരു 4-5 സൈറ്റ് കഴിഞ്ഞാല് ഇത് നിർത്തും, ഇത് ഒഴിവാക്കും, അടുത്ത കയറെടുക്കും. ഇങ്ങോട്ട് നോക്കിയാണ്. പിന്നെ കിണറിൽ പുല്ല് പറിക്കുന്ന 2 വിഭാഗം ഉണ്ട്. ഒന്ന് ഒരതിപ്പറിക്കല്, ഒന്ന് നുള്ളിപ്പറിക്കല്. അപ്പൊ ഈ കിണറിൽ ഇപ്പൊ എന്താ പറിക്കണത്? നുള്ളിപ്പറിക്കലാ. ഇങ്ങോട്ടൊക്കെയാണ് ഇതാ കണ്ടോ, ഇത് മൊത്തം നുള്ളി പറിച്ചാണ്. അല്ല, മറ്റേത് ബ്രഷ് എടുത്തുകൊണ്ട് മൊത്തം ഒരതി വൃത്തിയാക്കിയിട്ട് കിണറത്തെ വെള്ളം പറ്റിച്ചു ആ ചളിയും അടക്കം വാരി കൂലി വാങ്ങുന്നതിനാണ് ഒറിജിനൽ ക്ലീനിങ് എന്ന് പറയണത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മഴക്കാലല്ലേ, നല്ല വെള്ളമുണ്ട്. അപ്പം വെള്ളം കേട് വരുത്താതെ കുറച്ച് ചണ്ടി അതിൻ്റെ മുകളിൽ വീട് കിടക്കുന്നുണ്ടാവുള്ളൂ. ആ ചണ്ടി താവൂല. അതിന് നമ്മൾ കൊതുകിൻ്റെ വല വെച്ച് അരിച്ചെടുത്ത് സൂപ്പറാക്കി സെറ്റപ്പ് ആക്കും. അതാണ് നുള്ളിപ്പറിൻ്റെ പ്രത്യേകത. സാധാ ക്ലീനിങ് ആണെങ്കിൽ ഒരതി തേച്ച മരിയാക്കും. അത് ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ആ കറല്ലേ, ആ കറ കിണറ്റിൻ്റെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കുടിക്കുമ്പോൾ നമുക്ക് രോഗം വരും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചൊറി വരും. ഒക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് നോക്കിയാണ് ആ കുട്ടിക്കണേ. ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര നേക്കിൽ വീഡിയോ ആണ് എവിടെയൊക്കെയാണ്. പല വീട്ടിൽ സംഭവിക്കണ ഒരു തെറ്റാണ്, നമ്മൾ പണിക്ക് വന്നാൽ എത്ര ആളെണ്ണും എന്നിട്ട് ചായ കൊണ്ടുവന്ന് വരും. അങ്ങനല്ല വേണ്ടിയത്. ഓൾക്ക് 2ാം വട്ടം ഒരു ഗ്ലാസും പാടെ ഒഴിക്കാനുള്ള വകുപ്പും ഉണ്ടാകണം. അപ്പൊ ഗ്ലാസ് കൊണ്ടൊരു കാര്യമില്ല, ചെമ്പട്ടി കൊണ്ടുവരണം. അടിച്ച ടേപ്പിനാണെങ്കിൽ സിമെന്റ് 5-1, പടവിനാണെങ്കിൽ പെരപ്പടവ് 8-1, ഓളോബിക്കിന്റെ പടവ് 6-1. നോക്ക ഓക്കല്ലേ, വേറെ കാപ്പണി മുക്കാ തുറക്കുന്ന അതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ അയവാന്ന് പറയണം. കൊണ്ടാ അയവാ വേണ്ട, ഇതൊക്കെ ഒരു കലയാണ്. കാരണം ഒരു കല. ഇനി എല്ലാവരുടെ സംശയം എന്താ വെച്ചാല്, ഈ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ചുമരിൽ തണ്ണി ഒഴിക്കണോ? തണ്ണിന്റെ ആവശ്യം വരില്ല. ഇതെന്ന് പറഞ്ഞാൽ സൂപ്പർ ഉണ്ടതാ. മേഡ് ലൂസിന്റെയും ഫുൾ ലൂസിന്റെയും ഇടയിലുള്ള മുക്കാൽ ലൂസാണ് സാധനം. ഇത് നേരെ തോണ്ടി വെച്ചാൽ തന്നെ സംഭവം സെറ്റായി നിൽക്കും. പക്ഷെ എന്ത് ചെയ്യണം, തോണ്ടി വെക്കുന്ന സമയത്ത് ഇതേപോലെ അടിക്കണം. അപ്പോഴേ ഒന്നിനോട് കൂട്ടി പിടിച്ചിക്കൊള്ളൂ. ഒന്നും പേടിക്കില്ല. കാരണം അല്ലേ, ഇനി പാമ്പ് വരുന്നുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ ഇവിടെ ഓട്ടാക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാം പാമ്പ് പുറത്തിറങ്ങുന്നുണ്ടെന്നുള്ളത്. എന്തേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാമ്പില്ല. ഇതാ പോണേ ആർക്കാ ഇവിടുന്ന് ഒരു ഒറ്റ വീശലാ. നമ്മളെ കിണറിന്റെ ഓണർ ഇവിടെ ഉണ്ട്. ഈ കിണറുമണിനെ പറ്റി മൂപ്പരനെ പറഞ്ഞുതരും. ഒന്ന് പറഞ്ഞു തന്നെ. ഒരു 1985 ഉണ്ടാക്കിയ കിണറാണ്. ഓക്കെ. പഞ്ചായത്തിന്റെ ജനസാധാരണ ആൾക്കാരൊക്കെ ഒപ്പിടിച്ചിട്ട് അങ്ങനെ പഞ്ചായത്തിന് കിട്ടിയതാണ്. ഇപ്പോ ആ കേട് 10 വർഷമായിട്ട് നമ്മള് നന്നാക്കിയിട്ടില്ല, അങ്ങനെ നിൽക്കാണ്. അതോടുകൂടി പിന്നെ ഇഴജന്തുക്കള് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ശരിക്കും? ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാട് മൂടി അതില് പാമ്പിനെ കാണുന്നുണ്ട്. പാമ്പിനെ സ്ഥിരമായിട്ട് പാമ്പ് എന്ന് പറഞ്ഞാൽ മൂർഖൻ പാമ്പ് കിണറ്റിന്റെ ഉള്ളില്. അപ്പൊ നിങ്ങള് ഈ സ്ഥലത്ത് ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരിക എന്നാണ്, കുറച്ച് ലോങ് നിന്നാണ് വരുന്നത്. ഇവിടെ കിണറ് മണിക്കാറൊന്നില്ലേ? ഇവിടെ ഇങ്ങനത്തെ വിദഗ്ധരില്ല. നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട് ഒരു സർക്കസുകാരനെ എങ്ങനെയാണോ ഒരു ഊഞ്ഞാൽമലൊക്കെ കൂടിയിട്ട് ഈ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, അതേപോലെ ഒരു കൈക്കല് പിന്നെ സിമന്റും മറ്റേ കയ്യിൽ കയറുമായിട്ട് ഒരു തരം പാമ്പും കൂടിയും കളിച്ചിട്ടാണ് ആ കിണറ്റിനുള്ളിൽ തന്നെ, പാമ്പിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സത്യത്തിൽ ആലോചിച്ചു പോയി, ഇങ്ങനത്തെ ഒരു സേവനത്തിന് കുറച്ച് ആൾക്കാരില്ലെങ്കിൽ എന്തിനാ നല്ലത്. ഒരുപാട് ആൾക്കാരെ ഇപ്പം ശ്രമിച്ചിട്ടുണ്ട്. ആരും അങ്ങനെ ആ കിണറ്റ് തന്നെ മാത്രമല്ല ഓക്സിജൻ ഇല്ലാത്ത കയറല്ലേ, കയറിയ മയ്യത്താവൂലേ ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ. ഇപ്പോഴത്തെ സാധ്യത വീരസാഹസികതയുടെ പര്യായങ്ങൾ. അതുകൊണ്ട് ഒരുപാട് ആയിരക്കണക്കിന് കയറുകൾ നിങ്ങൾ ഇതേപോലെ നന്നായി കൊടുക്കണം. പൈസ വിഷയാക്കരുത് കേട്ടോ. ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കുക പാവപ്പെട്ട ആൾക്കാർക്ക്. ഇതിന്റെ മാതിരിയുള്ള നല്ല കോടീശ്വരന്മാർക്ക് നല്ല പൈസ വാങ്ങിക്കോളും. ഓക്കെ ഓക്കെ. ഈ ഒരു വാക്കിനാണ് മറക്കരുത്. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ പേര് മനസ്സിലായിനോ? ORGAN ഓർഗൺ. നിങ്ങളുടെ പേരോ? ഓർഗൺ എന്ന് പറഞ്ഞാൽ മതി. ഓർഗൺ മുഹമ്മദാണ്, പക്ഷെ ഓർഗൺ എന്ന് പറഞ്ഞെങ്കിലേ ആൾക്കാർ അറിയും. ആള് മൊത്തത്തില് വെറൈറ്റി ആയിട്ടോ. മൂപ്പരെ പേര് എന്താണ്? അതിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? പഞ്ചേന്ദ്രിയങ്ങൾ. ഓക്സിജൻ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, അതാണോ ഓർഗാനിക്കൽ മെക്കാനിസം. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നിങ്ങളെ പറ്റിയ സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കണം. അതിനാത്രം മരുന്നുകൾ എടുത്തിട്ടുണ്ടല്ലേ? എന്റെ ചാനലിൽ തന്നെ കുട്ടിപ്പട്ടാളം, മൈക്ലിക്സ്, അവർ ക്ലിക്സ്, പാട്ടുകൂട്ടം അങ്ങനെ പോവാണ്. അറിയില്ല, ഓർഗൻ അടിച്ചു വെക്കി.
നിങ്ങളെക്കാളും ഫോളോവേഴ്സ് ഉണ്ട്